கார்த்திகைக்கு நெல் பொரி வச்சு பொரி உருண்டை எப்படி பண்ணுறது பார்க்கலாம். அதுக்கு நெல் பொரி அக்கம் எடுத்திருக்கேன். இது அவல் பொரி வச்சும் பண்ணலாம். நெல் பொரியில் நிறைய நெல் காணும். இப்போ எனக்கு கிடச்ச இந்த பொரியோட செட்டில் நெல் கொஞ்சம் ஜாஸ்தியாக இருக்குது. அப்போ அந்த நெல்லெல்லாம் நம்ம இதுபோல் பறக்கி எடுக்கணும். എന്നിട്ട് പൊരിയെ വെറും പാനിലയിൽ ഒന്ന് വറുത്തെടുക്കണം. ചിന്ന തീയിൽ വെച്ച് താൻ വറുക്കപ്പെടും. പൊരിയോടെ കളറ് മാറപ്പെടാതെ ഒന്ന് ചൂടായി കൊഞ്ചം ക്രിസ്പിயாக വറത് വരെ വറുത്തെടുക്കില്ല. നെൽപ്പൊരി എപ്പോഴും കൊഞ്ചം തണുത്തിരിക്കും. അതുക്കാക്കും ഒന്ന് ചൂടാക്കി എടുக்கிறேன். അവൽപ്പൊരി ക്രിസ്പിயாக தான் എപ്പോഴുമേ ഇരിക്കും. ഇപ്പം 6 ഗ്ലാസ് പൊരി ഞാൻ വറുത്തിരിക്കാൻ. அதுக்கு 2.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം വിട്ട് നന്നാ ഉരുക്കിയെടുക്കരുത്. നന്നാ മെൽറ്റ് ആനതിന് ശേഷം ചീനച്ചട്ടിയിൽ അത് അരിച്ച് വിടരുത്. ചില ശർക്കരയിൽ നിറയെ ചിന്ന ചിന്ന കല്ലുകളെല്ലാം കാണും. ഇതിലെങ്കിൽ കൊഞ്ചം ഇരിക്ക്. ഇതുപോലെ അരിച്ചെടുത്തിട്ട് തിരുപ്പിയും നമുക്ക് അത് തിളപ്പിച്ച് കറക്റ്റ് പരുവമാക്കി എടുക്കൽ. എന്താ ശർക്കരയുടെ പരുവം ഡീറ്റെയിൽഡാக ഇതിൽ 4-5 സ്റ്റേജാണ് കാണിக்கிறேன். ഇതിപ്പോൾ ശർക്കര അല്ല വെല്ലം തിളച്ച് തുടങ്ങിയിരിക്കുകയും ഇവിടുത്തെ. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കൊഞ്ചം இந்த സിറപ്പ് വിട്ട് பார்த்தோன்னா അത് കലങ്ങിപ്പോവും. ഇതും ഓൾമോസ്റ്റ് அந்த സ്റ്റേജ് ആണ്. ബട്ട് ഒന്നും കൂടെ തുടങ്ങിയിരിക്ക്. ശർക്കര വെള്ളം ഒന്ന് കട്ടിയായി വരെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ തിളച്ചതിന് ശേഷം മൂന്നാമത്തെ ഇതാക്കും കാണിക്കരുത്. ഇത് നന്നാ കൂടി വരെ തുടങ്ങരുത്. ഇത് ഓരോ സ്റ്റേജാണ് കാണിക്കരുത്. ആദ്യമായി ചെയ്യപ്പെട്ട ആൾക്ക് കൊഞ്ചം ഡീറ്റെയിൽഡാக തെരിയട്ടം ചൊല്ലി കാണിക്കവാക്കും. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് കയ്യിൽ അത് എടുക്കാൻ മുടിയും. ബട്ട് അത് കറക്റ്റ് ഷേപ്പ് വരാത്ത അന്ത സ്റ്റേജിലേക്കും ഇത് ഇരിക്കരുത്. ഇതിപ്പോൾ പാത്രത്തിലല്ല കൂടരുത്. നമ്മളോட കയ്യിലും എടുക്കാൻ മുടിയരുത്. பட் அது அந்த கொஞ்சம் கூட ரொம்ப லூஸாக இருக்கப்பட்ட அந்த സ്റ്റേജിലേക്കും ഇപ്പോൾ இருக்குது. ഇനി ഒന്നും കൂടെ തിളച്ച് വരുമ്പം നമുക്കത് കയ്യിൽ വെച്ച് ഉരുട്ടാൻ മുടിയും. അത് തക്കാളി പരുവം ചൊല്ലുവോ സോഫ്റ്റ് ബോളായിട്ട് കയ്യിലേ നമുക്കത് വെച്ച് ഉരുട്ടാൻ മുടിയും. அந்த സ്റ്റേജിലേക്കും ഇപ്പോൾ വെള്ളപ്പാകി ഇരിക്കരുത്. ഇപ്പോൾ കയ്യിൽ നമ്മൾ അതെടുത്ത് ഉരുട്ടിനോ തന്നെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിടക്കും ബോൾ മാതിരി. ബട്ട് തൊട്ടാനാണ് ഇതുപോലെ ரொம்ப സോഫ്റ്റാக இருக்கும். ഇതാക്കും തക്കാളി പരുവം ചൊല്ലരുത്. പല പലഹാരങ്ങൾക്കും இந்த പരുവത്തിലേക്കും നമ്മൾ എടുക്കേണ്ടത്. இந்த പരുവത്തിൽ നമുക്ക് പൊരിയെ പോടലാം. ബട്ട് അത് കൊഞ്ചം സ്റ്റിക്കിயாக ഇരിക്കും. അതുകൊണ്ട് അടുത്ത സ്റ്റേജിൽ ഇത് കാണിച്ച് തരാൻ. ഇതെന്ന് പറയുന്നത് കയ്യിൽ നമുക്ക് ക്ലീനായിട്ട് ബോൾ പോലെ ഉരുട്ടാൻ മുടിയും. അത് അതേ പാത്രത്തിൽ നമ്മൾ എറിയറതാണ് തന്നെ നല്ല കല്ല് വീഴപ്പെട്ട ചത്തം കേൾക്കും. കല്ല് പരുവം ചൊല്ലുക. ഇതുപോലെ കറക്റ്റ് ബോളായിട്ട് നല്ല ഹാർഡായിട്ട് നമുക്ക് ഉരുട്ടാൻ മുടിയും. അപ്പം പാത്രത്തിൽ നിന്നാ ഇപ്പം എറിഞ്ച് കാണിച്ചതന്നെ ഇതുപോലെ നല്ല കല്ല് ചത്തം കേൾക്കും. കല്ല് പരുവത്തിൽ വേണം പൊരിയെ പോടുறதுக்கு. അപ്പോൾ കറക്റ്റാக നമുക്കത് തണുത്ത് കഴിയുമ്പോഴും നല്ല ക്രിസ്പിയായിരിക്കും. ഇതാക്കും വെള്ളത്തോടെ പല സ്റ്റേജസ് ഞാൻ കാണിக்கிறேன்னு சொன்னது. ഇപ്പോൾ കല്ലുപ്പരുവം ആനയ്ക്ക് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിരിക്കാൻ. അതിൽ വറുത്ത തേങ്ങയാക്കും പോട്ടിട്ടിരിക്കാൻ. 1 സ്പൂൺ ഏലക്കാപ്പൊടിയും போடுறேன். വറുത്ത തേങ്ങ போடுறது கொஞ்ச நாள் നമുക്കത് പൊരി ഉരുണ്ട വെച്ചിരുന്നാലും ചപ്പട്ടയാവാതെ. ഇപ്പോൾ ഫ്രഷ് തേങ്ങയാക്കും പൗഡർ തന്നെ 1-2 ദിവസം തന്നെ ഇരിക്കും. അപ്പം നെയ്യിൽ വറുത്ത് തേങ്ങ പോട്ടിട്ടാൽ പോരും. ഇതിൽ ഞാനിപ്പം 2.5 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കറയിൽ 5 ഗ്ലാസ്സാക്കും വറുത്ത പൊരിയെ പോട്ടിരിക്കാൻ. 1 ഗ്ലാസ് റിസർവിൽ വെച്ചിരിക്കാൻ. ഇപ്പം നന്നാ മിക്സ് പണി വന്നതിന് ശേഷം താഴെ
வெள்ளைப்பாகு ஜாஸ்தி இருக்கிறதானா அந்த பொரியை போடுவேன். இப்போ 5 ഗ്ലാസ്സുக்கு 2.5 ഗ്ലാസ് വെള്ളം അതാക്കും കറക്റ്റായി ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായി കിണ്ടി ഇളക്കുമ്പം താഴെ വെള്ളപ്പാക് ലൂസായി കാണുന്നതില്ല. എല്ലാം இந்த പൊരിയിൽ കറക്റ്റ് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് அந்த 1 ഗ്ലാസ് പൊരിയെ நான் மாற்றி வேறு என்னமேந்தான் பண்ணுறேன். கரெக்டாக நம்ம எடுக்கிறதானா 5 ഗ്ലാസ് പൊരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാക്കി എടുക്കുന്നത്. ഇനി அந்த ചൂടോടെ തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കണം. കയ്യിൽ കൊഞ്ചം നെയ്യ് തടവിണ്ടിട്ട് വേണം ഉരുട്ടുறதுக்கு. കൊഞ്ചം തണുത്തിട്ട് ഉരുട്ടലാം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉരുട്ട മുടിയുമായിരിക്കും. ബട്ട് ലാസ്റ്റ് വരുമ്പോൾ അത് കൊഞ്ചം കട്ടിയായിരും. അതുകൊണ്ട് ഇതുപോലെ കൊഞ്ചം ചൂടായിരിക്കുമ്പോൾ കയ്യിൽ നമുക്ക് എപ്പോൾ പൊറുക്കാൻ പറ്റുമോ അതുവരെ ഒന്ന് തണുപ്പിച്ചിട്ട് ഇതുപോലെ ഷേപ്പായിട്ട് എടുത്തിട്ടാൽ പോരും. നമ്മൾ ഉരുട്ടിൻ്റെ ഇരിക്കുമ്പം ഇടയ്ക്കൊന്ന് കിണ്ടി കൊടുക്കണം. അപ്പം എന്താ കിണ്ടി കൊടുക്കുമ്പോൾ അത് കൊഞ്ചം കൂടെ ഹാർഡായി പോച്ചു എന്നുണ്ടാകാൻ എന്താ ചട്ടിയെ ഗ്യാസിൽ വെച്ച് ഒന്ന് ചിന്നதாக ഒന്ന് ചൂടാക്കിനാൽ പോരും. അപ്പോൾ അതൊന്ന് ഉരുകി കിടക്കുമ്പോൾ നമുക്ക് എളുപ്പം അത് ഉരുട്ടിയെടുക്കാൻ മുടിയും. ரொம்ப ചൂടാക്കിയിടപ്പെടാതെ ഇതുപോലെ എല്ലാ പൊരിയുരുണ്ടയും ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നൈവേദ്യത്തൊക്കെ വെക്കണം. കാർത്തികയ്ക്ക് നമ്മൾ കണ്ടിപ്പാக பண்ணக்கூட ഒരു നൈവേദ്യമാക്കും കാർത്തികപ്പൊരി. എല്ലാവരും ഇതുപോലെ പണി പാരുങ്ങോ. വീഡിയോ പിടിച്ചതിന് എല്ലാവരും ലൈക്ക് ചെയ്യുങ്കോ, ഷെയർ ചെയ്യുങ്കോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുങ്കോ.